റോഡ് സൈഡ് കാറിലിരുന്ന് സംസാരിക്കുക. എൻ്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ ഈ പ്രീ സ്കൂളിൻ്റെ ഒരു പദ്ധതികളൊക്കെ കുറിച്ച് പറഞ്ഞു. പുള്ളിയോട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷെ അത് എന്നെക്കൊണ്ട് വർക്കാവും പറഞ്ഞു. പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പൈസ. ഞാൻ പുള്ളിയുടെ അന്ന് നമുക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല, 2018 അപ്പോൾ ഗൂഗിൾ പേ എൻ്റെ കയ്യിലില്ല, നിലവിലുണ്ടാവുമായിരിക്കും. അപ്പോൾ ആ ഗൂഗിൾ പേ ഒന്നുമില്ല, മറ്റേ ബാങ്കിൻ്റെ SMS വരുന്ന സാധനമുണ്ട്, അത് കാണിച്ചു. ഇത്ര പൈസയുണ്ട് പേഴ്സിൽ, ഇത്ര മൊത്തം എനിക്ക് ഓർമ്മയുണ്ട്. രണ്ടും കൂടി 236 റുപ്യ ഉണ്ടായിരുന്നുള്ളൂ. അതെയോ? 236. ഞാൻ ഈ പൈസ തുടങ്ങാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ടിങ് 2 പ്രീ സ്കൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു 8 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഇയർ. അത് വെച്ചിട്ട് പുള്ളി എന്നെ സജസ്റ്റ് ചെയ്തൊരു പേരായിരുന്നു MQ. അങ്ങനെ ആ MQയിൽ ഡെവലപ്പ് ചെയ്തു വന്നു. നോ ബാഗ് നോ ബുക്ക്, സ്ട്രെസ് ഫ്രീ. ഓക്കെ, ഇതാണ് എൻ്റെ തീം. കുട്ടി പഠിച്ചില്ലെങ്കിൽ റീഫണ്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ടേണിംഗ് പോയിൻറ്റിൻ്റെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വെറും 236 രൂപയ്ക്ക് ഒരു പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് വിജയിപ്പിക്കുക. അങ്ങനെ വിജയിപ്പിച്ച ഒരു വ്യക്തിയുടെ കഥയാണ് ഇന്ന് ടേണിംഗ് പോയിൻറ്റിൽ കേൾക്കാൻ പോകുന്നത്. മക്സൂസ്, അദ്ദേഹമാണ് ഇന്ന് ടേണിംഗ് പോയിൻറ്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഹൈ സാർ, വെൽക്കം ടു ടേണിംഗ് പോയിൻറ്റ്. സാർ എവിടെ, സ്വദേശം എവിടെയായിട്ടാണ്? കാസർഗോഡ് ബദിയടുക്ക, കുറച്ച് ഗ്രാമപ്രദേശത്താണ്. എക്സാക്റ്റ് ബാപ്പാലിപ്പുരം എന്ന് പറയും. പഠിച്ചത് നാട്ടിൽ തന്നെ. എൻജിനീയറിങ് മംഗലാപുരം. അത് കഴിഞ്ഞിട്ട് 3rd ഇയർ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് വീണ്ടും സൈക്കോളജിയിലേക്ക് പോയി. സൈക്കോളജി കഴിഞ്ഞിട്ട് പിന്നെ എൻജിനീയറിങ്ങിൻ്റെ പേപ്പർ ക്ലിയർ ചെയ്തു. പിന്നെ PG. അങ്ങനെയാണ് പഠനം പോയത്. ഓക്കെ. പഠനശേഷം പിന്നീട് എന്തൊക്കെയാണ് ചെയ്തത്? ആക്ച്വലി ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു. ഞാൻ എടുക്കാത്ത പണിയില്ല. ഹോട്ടൽ പണി തൊട്ട് പെട്രോൾ ബങ്കിൽ വരെ പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറ ടെക്നീഷ്യനായിട്ടും എഡിറ്ററായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ മേഖലയിലും കുറച്ചെല്ലാം കൈവച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ PG പഠിക്കുന്ന സമയത്ത് ബിസിനസ്സിൽ എൻ്റർ ചെയ്തതാണ്. ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല, സർവീസാണ്. സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് PG ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്നിച്ചിട്ട്. എൻ്റെ PGയുടെ കരിയറും സ്കൂളിങ് കരിയറും ഒന്നിച്ചിട്ടാണ്. സാർ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഒത്തിരി ജോലികൾ ചെയ്തു, സാധാരണ ജോലികൾ തൊട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? നമ്മൾ പഠിക്കുന്ന സമയത്ത്, വെക്കേഷൻ സമയത്ത് എൻ്റെ നാട്ടിലെല്ലാ ഫ്രണ്ട്സും പണിക്ക് പോയായിരുന്നു. അപ്പോൾ ആ പണിക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു എക്സ്ട്രാ മണി എന്നുള്ള രീതിയിൽ പോയതാണ്. അല്ലാതെ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടൊന്നുമല്ല. ഒരു പണിക്ക് പോകണം, പൈസ ഉണ്ടാക്കണം, അടിച്ചു പൊളിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് പോയത്. അതിൽ ഞാൻ ഏകദേശം എല്ലാ പണിയും ഫ്രണ്ട്സിൻ്റെ ഒപ്പം തന്നെ പോയിട്ട് എടുത്തതാണ്. അങ്ങനെ ഓരോ പണിയിലേക്ക് ഇങ്ങനെ എത്തി. പെട്രോൾ ബങ്കിലൊരു ട്രിപ്പെല്ലാം പോകാൻ വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതാണ്. അതായത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ പണം കണ്ടെത്തുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. അതെ, എൻ്റെ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ കൂടുതലൊന്നും ഫണ്ട് കിട്ടൂല വീട്ടിൽ നിന്ന്. എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഒരു പഠനശേഷം കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു സംരംഭം, അതെങ്ങനെയാണ് ആലോചിക്കുന്നത്? പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത്, എൻ്റെ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ സമയത്താണ് ഞാനൊരു ആഡ് ഫിലിമിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര പാഷനായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്ത സമയത്ത് ഒരു ക്ലാസ്സിന് പോയതാണ്, ഒരു ഫിലിം ഡയറക്ഷൻ പഠിക്കാൻ. ഒബ്സർവേഷൻ എന്നുള്ളൊരു കാര്യം കേട്ടിട്ടാകുമ്പോൾ എങ്ങനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ള രീതിയിൽ, പിന്നെ ഹ്യൂമൻ സൈക്കോളജിനെ കുറിച്ചൊക്കെ കേട്ടിട്ടാകുമ്പോൾ കുറച്ചും കൂടി താല്പര്യം തോന്നി. അങ്ങനെ സൈക്കോളജി എൻ്റെ 7th സെമ്മിന് ഡ്രോപ്പ് ചെയ്തു. സൈക്കോളജി എടുത്തു. അങ്ങനെ സൈക്കോളജി പഠിച്ചതാണ്. സൈക്കോളജി പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് സൈക്കോളജിയിൽ ഭയങ്കര താല്പര്യം വന്നു. PG ജോയിൻ ചെയ്തു. ആ PG ജോയിൻ ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ക്യാമറാമാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഫോട്ടോഗ്രാഫിയൊക്കെ ഫീൽഡിലുണ്ട്. ആ സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എൻ്റെ ഒരു വെൽവിഷർ എന്ന് പറയാം, പുള്ളി, ഞാൻ +2 പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കുറച്ച് മുറി ഹിന്ദി അറിയാം. ആ മുറി ഹിന്ദി വെച്ച് പുള്ളിയെ ഗൈഡ് ചെയ്യാൻ പോകുമായിരുന്നു. പുള്ളിക്ക് പുറത്തൊക്കെ ബിസിനസ് ഉണ്ടാകുമ്പോൾ പുള്ളിക്ക് ഭാഷാ പ്രശ്നമുണ്ട്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പോകും. അപ്പോൾ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് തന്നെ പുള്ളി എന്നോട് ഒരു സജഷൻ പറയും, ഓരോ ബിസിനസ്സിനെ കുറിച്ച് പറയും. ആ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു പ്രായമല്ലേ, നമ്മൾ ചെയ്യാമെന്നൊക്കെ ഞാൻ പറയും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. പിന്നെ ഇടയിലേക്ക് കുറേ ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പ് വന്ന സമയത്ത് പുള്ളി എന്നോട് വിളിച്ചിട്ട് പറയുന്നു, ഒന്ന് കാണണം. അങ്ങനെ ഒരു റോഡ് സൈഡ് കാറിലിരുന്ന് സംസാരിക്കുക. എൻ്റെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ ഈ പ്രീ സ്കൂളിൻ്റെ ഒരു പദ്ധതികളൊക്കെ കുറിച്ച് പറഞ്ഞു. പുള്ളിയോട് ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, പക്ഷെ അത് എന്നെക്കൊണ്ട് വർക്കാവും. ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കാൻ ജോയിൻ ചെയ്തു. അപ്പോൾ PG രജിസ്റ്റർ ചെയ്തിട്ട് ഒരു 3-4 ദിവസം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ സമയത്ത് പുള്ളി നിർബന്ധിച്ചു. ലാസ്റ്റ് ഞാൻ പുള്ളിയോട് ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു പ്രശ്നമുണ്ട്.
എന്ത് പ്രശ്നം? പൈസ. ഞാൻ പുള്ളിയുടെ അന്ന് എനിക്ക് നമുക്ക് ഗൂഗിൾ പേ ഒന്നുമില്ല. 2018 അപ്പോൾ ഗൂഗിൾ പേ എൻ്റെ കയ്യിലില്ല. നിലവിലുണ്ടാവുമായിരിക്കും. അപ്പോൾ ആ ഗൂഗിൾ പേ ഒന്നുമില്ല. മറ്റേ ബാങ്കിൻ്റെ SMS വരുന്ന സാധനമുണ്ട്. അത് കാണിച്ചു. ദാ ഇത്ര പൈസയുണ്ട്, പേഴ്സിൽ ഇത്ര. മൊത്തം എനിക്ക് ഓർമ്മയുണ്ട്. രണ്ടും കൂടി 236 റുപ്യ ഉണ്ടായിരുന്നുള്ളൂ. അതെയോ? ആ 236 ഞാൻ വിചാരിച്ചു ഈ പൈസ തുടങ്ങാൻ പറ്റും. വെല്ലുവിളിച്ചതാണ് മൂപ്പരെ. മൂപ്പര് എന്നെക്കാളും കുറച്ച് പ്രായം കൂടുതലാണ്. നമുക്ക് ബിസിനസ്സിൽ ഇറങ്ങാനുള്ളൊരു പണം ഉണ്ടായില്ല, പക്ഷേ നമ്മുടെ കയ്യിൽ ആകേണ്ടത് 236 രൂപ. 236 ഞാൻ പറഞ്ഞ ചില പുള്ളിയോട് ഞാൻ ചോദിച്ചേ, എന്നെക്കൊണ്ട് കപ്പാബിൾ ഇല്ല, എനിക്ക് കടം വാങ്ങിയിട്ടൊന്നും അറിയില്ല ആ സമയത്ത്. പക്ഷേ ഞാൻ പണിയെടുത്തിട്ടാണ് പഠിക്കുന്നത്. എൻ്റെ PG ഒക്കെ എൻ്റെ സ്വന്തം പൈസ അല്ല. ഞാൻ സൈക്കോളജി ആണെങ്കിലും UG PG ഒക്കെ ചെയ്തത്. പക്ഷേ എഞ്ചിനീയറിങ്ങിൻ്റെ വർക്കാരെ പൈസ തന്നെയാണ്. അങ്ങനെ വീട്ടുകാരെ പൈസ കൊണ്ട് ഞാൻ എഞ്ചിനീയറിങ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ആ പുള്ളിയോട് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ പുള്ളി പറഞ്ഞു അതിനെക്കൊണ്ട് പറ്റും. അപ്പോൾ എനിക്കൊരു എന്താ പറയുക വാശി വന്ന്, പറ്റുവാണെങ്കിൽ കാണണമല്ലോ. അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ ഒരു സ്ഥലം പോയി കണ്ടു. രണ്ടൽ സ്ഥലം ഒരു 2-3 പ്രോപ്പർട്ടി കണ്ടു. അതിലൊരു പ്രോപ്പർട്ടി പിറ്റേ ദിവസം ഞങ്ങൾ ഇറങ്ങുമ്പോൾ പുള്ളി പറഞ്ഞു നിനക്ക് പൈസ വരും, നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു എമൗണ്ട് ആദ്യം തന്നിരുന്നു. ബാക്കി ഇതിൽ നിന്ന് ഇൻകം എടുത്തിട്ടാണ് ഞാൻ അതിലേക്ക് തന്നെ റീഇൻവെസ്റ്റ് ചെയ്തു. സ്ട്രഗ്ലിംഗ് ആയിരുന്നു ഫസ്റ്റ് ഇയർ. ഞാൻ വേറെ പണിക്ക് പോയി. അതായത് എൻ്റെ ഫസ്റ്റ് ഇയർ PGയിലെ പേപ്പറൊക്കെ ബാക്കായി ഈ കാരണം. പണിക്ക് പോവും, ഞാൻ വേറെ പണിക്ക് പോവും, ട്രെയിനിങ് എടുക്കും. ഞാൻ ആ സമയത്തൊക്കെ ട്രെയിനിങ് എടുത്തുകൊണ്ടായിരുന്നു. ഞാൻ ടീച്ചർ ട്രെയിനിങ്, പിന്നെ ഷോപ്പിൽ സ്റ്റാഫിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുമായിരുന്നു. അതൊക്കെ കിട്ടുന്ന വരുമാനം. പിന്നെ ഞാൻ വെഡ്ഡിങ് വർക്കിന് പോകാൻ തുടങ്ങി പൈസ ഇല്ലാതിരിക്കുമ്പോൾ. ഏകദേശം ഒരു 30 ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് ഒരു 4-5 മാസം പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞു. അടിച്ചു പിരിഞ്ഞൊന്നുമല്ല, പുള്ളി പറഞ്ഞു നിനക്കതിനുള്ള കപ്പാബിൾ ഉണ്ട്, നമ്മൾ പിരിയാം. നമ്മൾ സ്റ്റാർട്ടിങ് 2 പ്രീ സ്കൂൾ ഉണ്ടായിരുന്നു. ഒന്ന് മൂപ്പരെടുത്തു, ഒന്ന് എനിക്ക് തന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു 8 പിള്ളേരെ ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ഇയർ. അത് വെച്ചിട്ട് പുള്ളി എന്നെ സജസ്റ്റ് ചെയ്തൊരു പേരായിരുന്നു MQ. അങ്ങനെ ആ MQയിൽ ഡെവലപ്പ് ചെയ്തു വന്നു. തുടങ്ങുമ്പോൾ വേറെ പേരായിരുന്നു. എന്നിട്ട് MQ ഡെവലപ്പ് ആ ഒരു 3-4 മാസം കഴിയുമ്പോൾ MQൻ്റെ ലോഗോ എടുക്കാൻ ഇറക്കി. ബ്രാൻഡിങ് ഒക്കെ മാറ്റിയിട്ട് ഡെവലപ്പ് ചെയ്തു. പിറ്റത്തെ വർഷം നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് അൺഫോർച്യുനേറ്റ്ലി കൊറോണ വന്നു. ഒരു ഗ്രോത്ത് ഒന്ന് ഫാൾ ഡൗൺ വന്നു. 4 മാസം നമ്മൾ നടത്തിയ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജാനുവരിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. ജാനുവരി തൊട്ടിട്ട് ജൂൺ വരെ ഫുള്ള് പഠിത്തമാണ്. അതായത് ഓരോ സിലബസുകളും എടുത്ത്, അതായത് ഓരോ പ്രീ സ്കൂളിൻ്റെ ഘടനകൾ പഠിച്ച് ഫുള്ള് പഠനമായിരുന്നു. എല്ലാ ഫ്രാഞ്ചൈസിക്കാരും വിളിച്ചിട്ട് അവരെ റിസോഴ്സ് എങ്ങനെ പഠിപ്പിക്കുന്നത്, എന്താണ് നിങ്ങളിൽ കൂടുതൽ കണ്ടൻറ്റ് ഒക്കെ ചോദിക്കും. ഞാൻ ചോദിച്ച് പഠിച്ചതാണ്. എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ സ്കൂളിലൊക്കെ വേണ്ട സ്ട്രക്ചർ ഫസ്റ്റ് എനിക്കൊരു ബേസ് മൂപ്പര് തന്നിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രക്ചർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേഷന് പുറത്താണ് ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ നടത്തിയിട്ടാകുമ്പോൾ ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഒരു 10-12 പേരായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്ത കുട്ടീനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു കുട്ടി പോരാ, എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞ് ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തതല്ലേ, നീ വേണ്ടാന്ന് പറയണ്ട, സാലറി കുറച്ച് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ 2018 കാലഘട്ടത്ത് ഒരു പ്രീ സ്കൂൾ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഫ്രഷർക്ക് ഒരു 6,000 ആ സാലറി ഉണ്ടായിരുന്നു. ഞാൻ 3,000 റുപ്യ പറഞ്ഞു. എന്നിട്ട് ഞാൻ 3,000 റുപ്യ ഓക്കെ പറഞ്ഞു. പുള്ളിക്കാർക്ക് എക്സ്പീരിയൻസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പുള്ളിക്കാർക്ക് കുറച്ച് കൂട്ടിക്കൊടുത്തു ബസ് ഫെയർ. പക്ഷേ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, ആ ടീച്ചർ ഫെയിലായി പോകും. ആ വർഷം ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ഇവരായിരുന്നു. മീൻസ് പാരൻസിന് ഇഷ്ടപ്പെട്ട. ഞാൻ അതിനുശേഷം ഞാൻ കുറേ ഇൻ്റർവ്യൂവിൽ ഫെയിലായ ആൾക്കാരെ എടുത്തിട്ടുണ്ട്. അതായത് ഇവർക്ക് ഫിയർ ഉണ്ടാവും. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. പുള്ളി ട്രാവൽ ആൻഡ് ടൂറിസം പഠിച്ചിട്ട് ഇൻ്റർവ്യൂവിന് പോയി. ഒരു ഫേമസ് കമ്പനിയാണ്, ഞാൻ പറയുന്നില്ല, ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡിലെ കമ്പനി. എക്സ്പീരിയൻസ് ഉണ്ടോ ചോദിച്ച് പുള്ളിക്കാരൻ ദേഷ്യം വന്നിട്ട് നിങ്ങൾ പണിയൊന്നല്ലല്ലോ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും എന്ന് ചോദിച്ച്. അതുപോലെ എന്നോട് ഇതുവരെ ഒരാളും ചോദിക്കേണ്ടി വന്നിട്ട് ഞാൻ എക്സ്പീരിയൻസിന് പ്രാധാന്യം കൊടുക്കാതെ. കാരണം വെച്ചാൽ നമ്മൾ അടുത്ത് വരുമ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് ഒരാളാണ് വരുന്നത്. ആ ഫ്രഷ് ആയിട്ട് വരുന്ന ഒരാൾക്ക് നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും, നമ്മളെ കൾച്ചർ പഠിപ്പിക്കാൻ പറ്റും. ഞാൻ എക്സ്പീരിയൻസ് ഉള്ള ആളെ എടുത്തു കഴിഞ്ഞാൽ
എൻ്റെ കൾച്ചർ മൊത്തം അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. അതെന്തിനാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ബിസിനസ് മാത്രമായിട്ടല്ല, ഒരു എന്താ പറഞ്ഞാൽ എനിക്ക് പാഷനോട് കൂടി ഞാൻ വന്ന ആളൊന്നുമല്ല. പക്ഷേ അവിടെ എന്തെങ്കിലും സംതിങ് ഡിഫറെൻറ്റ് കൊണ്ടുവരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രീ സ്കൂളിൽ നിന്ന് സ്കൂളിങ്ങിലേക്ക് പോയി. നേരെ കൊറോണയ്ക്ക് ശേഷം സ്കൂളിങ് തുടങ്ങി. ആ പേരും മാറ്റി MQ പ്രീ സ്കൂൾ എന്നുള്ളത് ഇൻ്റർനാഷണൽ സ്കൂളിംഗ് ആക്കി. അപ്പോൾ അതിൽ ഞാൻ കുറേ വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ഒരു സാധാരണ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ നമ്മൾ കൊണ്ടുവന്നാലേ നമ്മളെ ബിസിനസ്, അതായത് നമ്മളൊരു സ്ഥാപനം എന്നുള്ള വേറിട്ട് നോക്കും. അപ്പോൾ ചില ആൾക്കാരത് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എന്നോട് എൻ്റെ അടുത്തുനിന്ന് എടുത്തു പോകുന്നൊരു പേരുണ്ട്. ഞാൻ ചോദിക്കും എൻ്റെ അടുത്ത് എടുത്തു പോകുമ്പോൾ എന്തുകൊണ്ട് എടുത്തു പോയിന്ന്. അപ്പോൾ പറഞ്ഞു, നിങ്ങളെ അത്ര പഠനം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നുണ്ട്. വീട്ടിൽ വേറെ കുട്ടിയുണ്ട് കുറച്ച് മെൻ്റലി ഡിസേബിൾ ആയിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടീനെ നിങ്ങൾ പറയുമ്പോൾ കെയർ ചെയ്യാൻ പറ്റുന്നില്ല, മറ്റേ സ്കൂളിലാണെങ്കിൽ അത് ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു പോയതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഒരു എക്സാം ഡെസ്റ്റിനേറ്റ് കാണാറില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് എക്സാം ഡെസ്റ്റിനിയാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ കുട്ടികൾക്ക് എക്സാം ഒക്കെ കൊടുത്ത് അതൊരു ഡെസ്റ്റിനി ആക്കിയിട്ട് എക്സാം കഴിഞ്ഞിട്ട് ലീവ്, ആ ഒരു കോൺസെപ്റ്റ് ഇല്ല. എൻ്റെ ഇപ്പോൾ ആനുവൽ എക്സാം നടക്കുന്നത് ഫെബ്രുവരി ഫസ്റ്റ് വീക്കാണ്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഇങ്ങനെ പോവും. കുട്ടികൾ ഈ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു എക്സ്പീരിയൻസിന് പുറത്ത് ഇപ്പോൾ ഞാൻ പുതിയൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആ വെഞ്ചറും അതൊരു പ്രീ സ്കൂളാണ്. ഓക്കെ, അത് MQ കിൻഡർ സ്പോർട്ട് എന്നാണ് പേര്. സ്കൂളിങ്ങിൻ്റെ MQ ഇൻ്റർനാഷണൽ സ്കൂളിംഗ് എന്നാണ് പേര്. അപ്പോൾ അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ സാധാരണ എല്ലാവരും പ്രീ സ്കൂൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ചവിട്ടിന് പ്രീ സ്കൂളുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കൊണ്ടുവരുന്നത് വെച്ചാൽ നോ ബാഗ് നോ ബുക്ക്, സ്ട്രെസ് ഫ്രീ. ഇതാണ് എൻ്റെ തീം. അത് എനിക്കറിയില്ല വേറെ എവിടെ ഉണ്ട് എന്നുള്ളത്, പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ കൊണ്ടുവരണം. അത് പാരൻസ് എങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ കുട്ടി പഠിച്ചില്ലെങ്കിൽ റീഫണ്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ഇന്നേ വരെ ഇപ്പോൾ ഏതൊക്കെ സ്കൂൾ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, എൻ്റെ ഈ ഒരു 8 വർഷത്തെ കാലയളവിൽ ഞാൻ പറയുന്ന ഒരു ഇത് എന്ന് പറയുന്നത്, നമ്മളെ ബ്രോഷറിലുള്ള കാര്യം പഠിപ്പിച്ചില്ല എങ്കിൽ അടിച്ച മൊത്തം പൈസ റീഫണ്ട് ചെയ്യും. എനിക്കിതുവരെ ഒരാൾക്കും റീഫണ്ട് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം വെച്ചാൽ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു മതവിശ്വാസം കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ ശരി എന്നുള്ളത് കൊണ്ടോ എന്നറിയില്ല, ഞാൻ അവിടെ ഒരു കുട്ടിയെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എൻ്റേതാണ്. ആ കുട്ടി പഠിച്ചില്ല എങ്കിൽ എൻ്റെ കുറവാണ്. അതെ, കഴിഞ്ഞ വർഷം എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. സ്റ്റാഫ്, ഞാൻ വേറൊരു ആവശ്യത്തിനായി പുറത്തു പോയ സമയത്ത് സ്റ്റാഫ് നമ്മളെ സിലബസ് മെയിൻറ്റെയിൻ ഫോളോ ചെയ്തില്ല. അപ്പോൾ കുട്ടികളെ പഠനത്തിൽ ഭയങ്കര ബാധിച്ചിരുന്നു. അതിന് ഞാൻ അവരോട് അതിന് പ്രായശ്ചിത്തം ചെയ്ത ഒരാളാണ്. ഒറ്റയടിക്ക് ഒരു സ്കൂളിൽ നിന്ന് 5 സ്റ്റാഫിനൊക്കെ പുറത്താക്കേണ്ട സാഹചര്യമൊക്കെ വന്നിരുന്നു. 5-6 സ്റ്റാഫിനെ പുറത്താക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഭയങ്കര ബേർഡനായി. ഓരോ ദിവസം ഒറ്റക്ക് സ്കൂളൊക്കെ നടത്തേണ്ട സാഹചര്യമൊക്കെ വന്നിരുന്നു. എന്നിട്ടും ഞാൻ പിറ്റേ ദിവസം നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ പുറത്ത്, അവരെ കയറ്റി സ്കൂൾ നടത്തിയതാണ്. അങ്ങനെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പുറത്ത് സ്കൂൾ ഡെവലപ്പ് ചെയ്തും കൊടുക്കുന്ന ഒരാളാണ്. കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ ഗ്രൂപ്പിന് കീഴിൽ എത്ര സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ? 2 സ്ഥാപനമാണ്. 2 അതേതൊക്കെയാണ്? MQ ഇൻ്റർനാഷണൽ സ്കൂളിംഗ്, MQ കിൻഡർ സ്പോർട്ട്. ഇപ്പോൾ സ്കൂളിങ്ങിൽ എത്ര വരെയുള്ള ക്ലാസ് ഉണ്ട്? പ്രൈമറി സ്കൂളാണ്, 4 ക്ലാസ്സായി. ഇനി അടുത്ത വർഷം 5ാം ക്ലാസ്സിലേക്ക് പോകും. ഓരോ വർഷം കൂട്ടി പോകുന്നതാണ്. ഇപ്പോൾ നോ ബാഗ് നോ ബുക്ക് എന്ന് പറയുന്നു. അതെ. ഇപ്പോൾ ഇതിലിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളിപ്പോൾ ഒത്തിരി പേര് നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതിപ്പോൾ. ഒത്തിരി ബുക്കുകൾ പഠിക്കാനുണ്ട്, ഇത്രയും ഒരു ചുമടായിട്ട് തന്നെ ചുമന്നുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു കൾച്ചർ, അതായത് വിദ്യാഭ്യാസ സമ്പ്രദായം, അതിലെന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? പുതിയ തലത്തിലുള്ള ചിന്താഗതി വരണം. എന്നാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്ന NEP 2020 ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. NEP 2020 എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഔട്ട്ഡേറ്റഡ് സിലബസാണ്. അതൊക്കെ മാറേണ്ട കാലഘട്ടം കഴിഞ്ഞ് ഞാൻ പുതിയ NEP 2030 വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ 2020 പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അതിനേക്കാൾ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ളതുണ്ട്. ജസ്റ്റ് ബേസാണ് NEP എന്ന് പറയുന്നത്. ഇപ്പോൾ ബുക്ക് ചുമന്നുകൊണ്ട് വന്ന് മാത്രം പഠിക്കാൻ പറ്റുമോ ഞാൻ ചോദിക്കുന്നത്? അത് മാത്രമാണ് പഠനം. എക്സ്പീരിയൻസ് ചെയ്യേണ്ടതല്ലേ? ഇപ്പോൾ ഈ കുട്ടികളെ എക്സ്പീരിയൻസ് ചെയ്യുക, ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബുക്ക് നോക്കി തിയറായിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഈ കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ മിസോറാമിൻ്റെ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ ഗവർണർ ആരെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല.
ChatGPT പോലുള്ള ടെക്നോളജീസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ എന്തിനിപ്പോൾ വിർച്വൽ ഇൻ്റർവ്യൂവിൽ വരെ ആൾക്കാർ AI ടൂൾ വെച്ചിട്ട് ഫേസ് ചെയ്യുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്ത് ബുക്കിലുള്ള കാര്യം ബൈ ഹാർട്ടാക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കുട്ടികളെ സ്ട്രെസ്സ് വരുന്നത് വെച്ചാൽ ഒന്നാമത് നമ്മൾ കൊടുക്കുന്ന കാര്യം ഹോം വർക്ക്, പിന്നെ ബൈ ഹാർട്ട് പഠിക്കാൻ, ഇതൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് സ്ട്രെസ്സ് വരും. നമ്മൾ കുട്ടികളെ മൈൻഡ് ഫ്രീ ആക്കാനല്ല ഒരു നോക്കുന്നത്, മൈൻഡ് ബേർഡൻ ആക്കാനാണ് നോക്കുന്നത്, മൈൻഡ് ലോഡാക്കാനാണ് നോക്കുന്നത്. ഈ മൈൻഡ് ലോഡാക്കിയിട്ട് കുട്ടികളെ എങ്ങനെ പഠിക്കും? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം, നിങ്ങൾ ഇന്ന കാര്യം ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. അത് ടെൻഷനാവും. ഓർത്ത് വെക്കണമെന്നെല്ലാം പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഓർത്ത് വെക്കും. ടെൻഷനാണ് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുന്നത്. അത് ആ സബ്ജക്റ്റിന് കണ്ടൻറ്റിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഓർത്ത് വെക്കാനാണ്. ഇതാണ് കുട്ടികൾ കൊടുക്കുന്ന സ്ട്രെസ്സ്. ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിൽ ബുക്കില്ല, ബാഗില്ല, ഒന്നും കൊണ്ടുവരണ്ട സ്കൂളിലേക്ക്. കുട്ടി മാത്രം വന്നാൽ മതി. ആ കുട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ലെറ്റർ A പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പോലും അത് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ട് കുട്ടീനെ ടച്ച് ചെയ്യിപ്പിക്കും. പ്രാക്ടിക്കലായിട്ടാണ് പഠിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ ബുക്കിൽ ഇങ്ങനെ എഴുതിയത് കാണിച്ചിട്ട് A ഫോർ ആപ്പിൾ, തിയറി മാറേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ എന്നുള്ളത് ടച്ച് ചെയ്യും കുട്ടികളെ. എഴുത്തും കാര്യങ്ങളൊക്കെ കൊടുക്കണം, പക്ഷെ അത് ഹോംവർക്കായിട്ട് കൊടുക്കാൻ താല്പര്യമില്ല. എഴുത്ത് ഹോംവർക്കായിട്ട് കൊടുത്ത് വീട്ടുകാരെ വീണ്ടും ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. എല്ലാം സ്കൂളിൽ നിന്ന് തന്നെ ചെയ്യുക. സ്കൂളിൽ കുട്ടികളെ ടീച്ചർ ലെക്ചർ ആവാതിരിക്കുക എന്നുള്ളതാണ്. ലെക്ചറായി കഴിഞ്ഞാൽ ബോറടിക്കും. കുട്ടി ഒരു ഗൈഡാവുക. ടീച്ചർ കുട്ടിയുടെ ഗൈഡായി കഴിഞ്ഞാൽ കുട്ടിക്ക് സ്കൂളിലൊക്കെ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ പഠനത്തിന് 4 ഫോർമുലാസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന് വിഷണറി, കണ്ട് പഠിക്കാം നമുക്ക്. എല്ലാ കുട്ടികൾക്കല്ല, ചില കുട്ടികൾക്ക് ചില ഏരിയാസിൽ ഇതുണ്ടാവും. രണ്ടാം കേട്ട് പഠിക്കുക, ടച്ച് ചെയ്ത് പഠിക്കുക, പിന്നെ സിംഗിങ്, ആ ഒരു പാട്ട്, അങ്ങനെ ഒരു താളം കൊണ്ടുള്ള ഓഡിയോ, അങ്ങനെയുള്ള കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കാറ്റഗറിയിൽ ചില കുട്ടികൾ ചില ഏരിയയിൽ ഫോക്കസ് ആയിരിക്കും. എഴുതി പഠിച്ചാൽ ചിലർക്ക് ഭയങ്കര ഇതാണ്, ചിലർക്ക് കഥ പോലെ കേട്ടാൽ ഭയങ്കര ഓർമ്മയായിരിക്കും, ചിലർക്ക് കണ്ട കാര്യം ഭയങ്കര വിഷ്വൽ ഭയങ്കരമായിട്ട് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുറമെ പോയി കഴിഞ്ഞാൽ ഈ 4 നമുക്ക് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുമ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് തീർക്കണമെന്നുള്ള ടാർഗറ്റ് ടീച്ചർമാർക്കുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഇപ്പം എൻ്റെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ സ്കൂളിൽ ഒരു പുതിയ സ്റ്റാഫ് വന്നു. ആ പുതിയ സ്റ്റാഫിന് ഞാൻ പറഞ്ഞു ഇന്ന തീയതി ഇന്ന കാര്യം പഠിക്കണം, എഴുതി വെക്കും. അവർക്കൊരു നോട്ട്ബുക്ക് കൊടുത്തിട്ട് ആ എഴുതി വെക്കുമ്പോൾ ഇയാൾ ഭയങ്കര അലമ്പ്, ഭയങ്കര ഞാൻ ക്രൂരനാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നു. ഒരു 2 വർഷം കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞു. എൻ്റെ അടുത്ത് വരാൻ പറ്റാത്ത സാഹചര്യമായി, വേറെ സ്കൂളിൽ പോയി. അപ്പോൾ എൻ്റെ സ്റ്റാഫിനെ വിളിച്ച് പറയുന്നതല്ല, അന്ന് സാറ് അന്ന് എഴുതിപ്പിച്ചത് കൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യണ്ട. ഇപ്പം ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യണം, ഞാൻ തന്നെ എല്ലാം ഡിസൈൻ ചെയ്യണം, എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യണം. പക്ഷേ അന്ന് എനിക്ക് ഇതൊക്കെ ഇത്ര ഈസി ആയിരുന്നു എന്നുള്ളത് അന്ന് പറഞ്ഞാൽ, ഞാൻ അത്രയ്ക്കും ഫോക്കസ്ഡ് ആയിട്ട് ഒരു കുട്ടി ഒരു ദിവസം എന്ത് പഠിക്കണം എന്നുള്ള രീതിയിൽ, ഒരു ദിവസം എന്ത് കളിക്കാൻ ഉള്ള കാര്യം പോലും ആ ടീച്ചേഴ്സിന് വ്യക്തമായിട്ടുള്ള ധാരണ കൊടുത്തിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇതിലിപ്പോൾ എനിക്കൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ കുട്ടി ഇപ്പോൾ UKG-യിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ എന്നത്തേക്കാണ് നമ്മളത് ലോഞ്ച് ചെയ്യുന്നത്? ഞാൻ ഓൾറെഡി അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ജൂണിൽ അത് കുട്ടികൾക്ക് പഠനത്തിനായി ഓപ്പൺ ചെയ്യും. അതിനേക്കാൾ മുമ്പ് അതിൻ്റെ ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതിൻ്റെ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. എന്തായാലും ഒരു ഈ മന്ത് തന്നെ അത് ബിൽഡിംഗ് ഓപ്പൺ ചെയ്യും. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ? എന്തൊക്കെയാണ്? ക്ലാസ് റൂമല്ല, ലാബ് സിസ്റ്റം പോലെ ഒരു പ്ലേ ഏരിയയാണ്. അവിടെ കുട്ടി ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരു പ്രീ സ്കൂളാണെങ്കിലും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്ര കാര്യം പഠിക്കണം എന്നുള്ളൊരു ബുക്ക് NEP-ൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള ബുക്കുണ്ട്. ആ ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ ബുക്കില്ലാതെ ടച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സ്വന്തമായിട്ട് അതിന് മേലെ വരുന്ന കാര്യങ്ങൾ. ഇതിന് പുറമെ ഈ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക, കുട്ടികളെ നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുക. ബോത്ത് ഭാഷ, മലയാളം, ഇംഗ്ലീഷ്. നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, പൊതുവേ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ ചിന്തിക്കുന്നത് പറഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിച്ചാൽ വിദ്യാഭ്യാസം മൊത്തമായി എന്നാണ്. പക്ഷെ അതല്ല, എങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. അതിന് പുറമെ ഇവർക്ക് മാത്സ്, സയൻസ്, എൻവയറൺമെൻറ്റ് സ്റ്റഡീസ്, സോഷ്യൽ, എല്ലാ സബ്ജക്റ്റും ടച്ച് ചെയ്തുകൊണ്ട് അതിലുള്ള ബേസ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു ബിൽഡിംഗ് കെട്ടുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ബിൽഡിംഗ് വൃത്തിക്ക്
പൊക്കാൻ പറ്റുമോ? ഉം, ഉം, ഉം. നമ്മളിപ്പോൾ പണ്ട് കാലത്ത് ബെൽറ്റ് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ബെൽറ്റ് ഇടും ബിൽഡിങ്ങിലേക്ക്. ഉം, ഉം. അന്ന് പണ്ടത്തെ ബിൽഡിങ്ങിൻ്റെ ആ സ്ട്രെങ്ത് ഇപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെൽറ്റ് ഇട്ട് അതിനെ പ്രോപ്പർ ബേസ് ഉണ്ടാക്കിയാലല്ലേ അതിൻ്റെ മേലെ കെട്ടാൻ അതെ, പറ്റും. അതെ. ഈ പ്രീ സ്കൂൾ പഠനം എന്ന് പറയുന്നത് ഒരു കുട്ടീൻ്റെ ഒരു 2.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് പ്രോപ്പറായി എന്ത് ഗൈഡ് ചെയ്തു ആ ഗൈഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോനെ ഇങ്ങനെ ആക്കുക, എൻ്റെ മോളെ ഇങ്ങനെ ആക്കുക എന്നുള്ളതാണ്. സാറിൻ്റെ കുട്ടീനെ ഇങ്ങനെ ഒരു രീതിയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ സാറ് ഇപ്പോൾ ഒരു 16 വയസ്സാകുമ്പോൾ എൻ്റെ ആഗ്രഹം നീ ഡോക്ടറാണെന്നാണ്, എൻ്റെ ഡോക്ടറാകുമെന്ന് പറഞ്ഞാൽ ഓന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും അതെ. തരത്തിലുള്ള ആഗ്രഹം സ്വപ്നം കണ്ടു കാണും. പക്ഷേ നമ്മൾ ഈ ഒരു 2.5 വയസ്സ് മുതൽ 6 വയസ്സ് വരെ നമ്മളെ സ്വപ്നം കുട്ടിയിലേക്ക് മനസ്സിലാക്കി കൊടുത്ത് കുട്ടീനെയും കൂടി സ്വപ്നം കാണിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടി ഉറപ്പായിട്ടും ആ മേഖലയിലേക്കേ പോകും. അതെ, അതെ. അപ്പം നമുക്ക് ഈ പ്രായത്തിൽ നമുക്ക് കുട്ടീൻ്റെ സ്വഭാവം നിയന്ത്രിക്കാൻ പറ്റും. ഒരു സാധാരണ ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആദ്യം വരുന്ന വീട്ടിലുള്ള ആൾക്കാരുടെ സ്വഭാവമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പാണ് സ്കൂളിലെ സ്വഭാവം. അത് കഴിഞ്ഞിട്ട് സറൗണ്ട്സിലുള്ള സ്വഭാവം. ഇതൊക്കെ സ്വഭാവം നമ്മൾ കേട്ടിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്തതാണ് എൻ്റെ സ്വഭാവം, നിങ്ങളുടെ സ്വഭാവം. അതെ, അതെ. അപ്പോൾ കുട്ടിയുടെ ബേസ് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു അറ്റ്മോസ്ഫിയറുള്ള സ്കൂൾ ഉണ്ടാക്കുക, നല്ലൊരു വീട്ടിലെ അന്തരീക്ഷം, നല്ല Parenting. പാരൻറ്റിങ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. സാധാരണ സ്കൂളിൽ ഇൻ്റർവ്യൂ നടത്തിയിട്ട് എടുക്കാറൊക്കെ ഉണ്ട്. ഉം, ഉം, ഉം. എന്നോടൊരു പാരൻറ്റ് വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഇൻക്വയറിക്ക് വിളിക്കുമ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ഇൻ്റർവ്യൂ ഇല്ല. എന്താ ചോദിച്ചത്? അല്ല എനിക്ക് വലിയ എഡ്യൂക്കേഷൻ ഇല്ല, അപ്പോൾ അതുകൊണ്ട്. ഞാൻ ആ പാരൻസിനോട് ചോദിച്ചു നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ കുട്ടി പഠിക്കാതിരിക്കണോ എന്നാണ് ചോദിച്ചത്. അതായത് ഞാൻ പഠിച്ചില്ല എന്ന് വെച്ചിട്ട് എൻ്റെ കുട്ടി പഠിക്കാതിരിക്കണം, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ചിട്ടാണ് എൻ്റെ കുട്ടി പഠിക്കേണ്ടത്. ആ ഒരു തീരുമാനം ഞാനതെടുക്കുന്നു. കാരണം വെച്ചാൽ കുട്ടിയെ നമ്മൾ പഠിപ്പിച്ചെടുക്കാം, പക്ഷേ പാരൻസിന് യോഗ്യതയില്ലെങ്കിൽ അതിനുള്ള മാർഗം സജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാരൻറ്റ് ഓപ്പണായിട്ട് പറഞ്ഞു എനിക്ക് എഡ്യൂക്കേഷൻ ഒന്നുമില്ല, എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല, അതിനുള്ള മാർഗം പറഞ്ഞു തരണം എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ കുട്ടിയുടെ വലിയ കുട്ടി എൻ്റെ അടുത്ത് പഠിച്ചല്ല, ഞാൻ വേറെ സ്കൂളിൽ പഠിപ്പിച്ച കുട്ടിയാണ്. ആ കുട്ടിയും ോട് ഞാൻ പറഞ്ഞു നീ പഠിപ്പിക്കണം. അവന് പറഞ്ഞു എനിക്ക് തന്നെ പഠിക്കാൻ പറ്റുന്നില്ല. അവസാനം എനിക്ക് പരിചയമുള്ള ഒരു ട്യൂഷൻ ടീച്ചറെ പഠിപ്പിക്കാൻ, അതായത് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തതുകൊണ്ട് ജസ്റ്റ് പഠിപ്പിക്കാൻ ഗൈഡ് ചെയ്തു. ആ കുട്ടി എൻ്റെ അടുത്ത് വരുമ്പോൾ ഒന്നും അറിയാതെ കുട്ടിയായിരുന്നു. 1-ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ 3-ാം ക്ലാസ്സിലേക്ക് എത്തി അത്യാവശ്യം നല്ല പഠിക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റി. അപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് നമ്മളവിടെ ബിൽഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് ഇപ്പോൾ ഒരു നമ്മൾ 236 രൂപ അക്കൗണ്ടിലുണ്ടായ ഒരാളാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും സ്ഥാപനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ മേജർ ടേണിംഗ് പോയിന്റ് അതെന്തൊക്കെയായിരുന്നു? എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു സ്കൂളല്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂൾ തുടങ്ങിയ ആ വർഷം എനിക്ക് എൻ്റെ ഡ്രീമിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരുന്നു. ഓപ്പർച്യൂണിറ്റി വന്നിട്ടാകുമ്പോൾ ആ കമ്പനി പറഞ്ഞ തീരുമാനം എന്ന് പറയുന്നത് 1 ഇയർ ഞങ്ങളിൽ വർക്ക് ചെയ്യണം, ലീവ് തരൂലായിരുന്നു. ലീവ് ഞങ്ങൾ വേക്കൻ്റ് ഉണ്ട സമയത്ത് ലീവ് വരും, നിങ്ങൾ ചോദിച്ച സമയത്ത് ലീവ് വരില്ല. ഞാൻ പറഞ്ഞത് വേണ്ട. പക്ഷേ അന്ന് ആ വർക്കിന് എൻ്റെ സുഹൃത്ത് പോയിരുന്നു. ആ സുഹൃത്തിൻ്റെ ടൈറ്റിൽ കാർഡിൽ പേരൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പോകാതെ കാരണം വെച്ചാൽ ഞാൻ പോയി കഴിഞ്ഞാൽ സ്കൂൾ തകരും. ആ സ്കൂൾ തകർന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഒരു കാര്യത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരാളായിട്ട് മാറും. ആ ഒരു പിടിച്ചു നിർത്തമാണ് ഞാൻ ഇവിടെ സ്കൂളിൽ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ ഓപ്പർച്യൂണിറ്റി, എൻ്റെ സ്വപ്നം കണ്ടെടുത്തുനിന്ന് ഞാനത് ഒഴിവാക്കിയിട്ട് ഞാൻ തുടങ്ങിയ സ്ഥാപനം എൻ്റെ കുഞ്ഞിന് ജീവൻ കൊടുത്തതാണ്. എന്താ ഡ്രീം എന്തായിരുന്നു? സിനിമയായിരുന്നു. സിനിമയായിരുന്നു. സിനിമയിൽ വീഡിയോഗ്രാഫറായിട്ട്? അല്ല, എനിക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു. ഓ. പക്ഷേ അന്ന് കിട്ടിയ ഓപ്പർച്യൂണിറ്റി അസിസ്റ്റൻറ്റ് ഡയറക്ടറല്ല, ഒരു പ്രൊഡക്ഷൻ ടീമിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒരു നഷ്ടബോധം തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ അതിന് ശേഷം ഞാനിപ്പോൾ ഒരു കുറേ പ്രൊഡ്യൂസർമാരോട് പിച്ച് ചെയ്യാനൊക്കെ പോയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു പ്രൊഡ്യൂസറോട് പിച്ച് ചെയ്തിട്ട് പുള്ളിക്ക് കഥ ഇഷ്ടപ്പെട്ടു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പുള്ളി തിരക്ക് കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. ട്രൈ ചെയ്യാമല്ലോ നമുക്ക്. ചില അവസരങ്ങൾ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് അവസരം വരാല്ല എന്നൊന്നും ഉള്ള പ്രതീക്ഷയില്ല. അതില്ല, എനിക്ക് പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനം റൺ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ മറ്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്തൊക്കെയാണ്? മറ്റുള്ള സ്കൂളിൽ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കാറുണ്ട്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവിൽ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ ഡൗൺഫാൾ ഉള്ള സ്കൂളുകൾ ഒരുപാടുണ്ട്. ആ സ്കൂളിനെ ടേക്ക് ഓവർ ചെയ്തിട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള എഗ്രിമെൻ്റ് പ്രകാരം ഇത്ര കാല സമയത്തേക്ക് ഇന്ന രീതിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്ലാൻസൊക്കെ ഇംബിൽഡ് ചെയ്തുകൊണ്ടുള്ള ആ സ്കൂൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ഒരു 5-6 സ്കൂൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് സാറിൻ്റെ ലക്ഷ്യങ്ങൾ? നമ്മുടെ സ്വപ്നത്തിന് പിറകെ പോകുക എന്നുള്ളതാണ്.
ഒരിക്കലും മാറാതെ നിൽക്കുന്നത് സ്വപ്നങ്ങളാണ്. അതെ അതെ. നമ്മളിപ്പോൾ നമ്മളെ ജീവിതത്തിൽ ഡൗൺഫാൾസ് ഒക്കെ ഉണ്ടാവും. ഉം, ഉം. ഡൗൺഫാൾസ് ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വപ്നം കൊണ്ട് പ്രതീക്ഷ കൊണ്ടാണ് എടുത്തു വരുന്നത്. ഉം, ഉം, നമ്മളെ ഉം. സ്കൂളിംഗ് ലൈഫിലാണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണൽ ജീവിതത്തിലാണെങ്കിലും ഡൗൺഫാൾസ് ഉണ്ടാകുമ്പോൾ സ്വപ്നം കാണുക എന്നുള്ളതാണ്. എൻ്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള സ്കൂളുകൾ ബ്രാഞ്ചസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ വളർത്തിയെടുക്കുക, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാക്കുക, ഒരു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റുക, ഇൻ്റർനാഷണൽ തലത്തിൽ കടപിടിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബോർഡിംഗ് സ്കൂളാണ് പ്ലാനിലുള്ളത്. അതിൻ്റെ ഫൗണ്ടേഷൻ വർക്കൊക്കെ, അതായത് എൻ്റെ പ്രൊജക്റ്റൊക്കെ പ്രിപ്പയർ ആണ്. ഓക്കെ. ലാൻഡും അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വരണം. അതിന് കുറച്ച് സമയം എടുക്കും എന്തായാലും. അത് വൈകാതെ തന്നെ എന്തായാലും ലോഞ്ച് ചെയ്യും. ഓക്കെ. കുറേ ബ്രാഞ്ചസ് ഉണ്ടാക്കുക. കിൻഡർ സ്പോട്ട് എന്നുള്ളൊരു പദ്ധതി, അതായത് സാധാരണ പ്രീ സ്കൂളിൽ നിന്നാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കിൻഡർ ഗാർഡൻ. ഞാൻ പേര് പോലും കിൻഡർ സ്പോട്ട് എന്നാണ് കൊടുത്തത്. അതായത് ഓ, പേരിൽ പോലും കുട്ടികൾ പഠിക്കണ്ട എന്നുള്ള, പഠനം സ്ട്രെസ്സ് വരണ്ട എന്നുള്ള രീതിയിലാണ് കിൻഡർ സ്പോട്ടും കൊടുത്തത്. ഉം, ഉം. ഇനിയും വരുന്ന തലമുറയിലുള്ള കുട്ടികൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാക്കി മാറ്റുക, അത് സ്കൂളിങ്ങിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കുട്ടികൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രധാന അജണ്ട. ഈ 3 വർഷത്തെ പ്രീ സ്കൂൾ നോ ബാഗ് നോ ബുക്ക് സ്ട്രെസ് ഫ്രീ എന്നുള്ള കോൺസെപ്റ്റ് അത് എക്സ്പാൻഡ് ചെയ്ത് ഒരു സ്കൂളിങ്ങിലേക്ക് കൊണ്ടുവരാം. ഒരു 6ാം ക്ലാസ് വരെ, എന്തായാലും മിനിമം 6ാം ക്ലാസ് വരെ ഫ്യൂച്ചറിൽ കൊണ്ടുവരണം. അതിനുള്ള സിലബസ് എഴുത്തും കാര്യങ്ങളൊക്കെ തുടങ്ങി. അത് ഡെവലപ്പ് ചെയ്ത് വരണം. അതായത് നമ്മുടെ ഈ കൾച്ചറിലേക്ക് അത് അഡോപ്റ്റ് ചെയ്ത് വരണം. ആ അഡോപ്റ്റ് ചെയ്ത് വരുന്ന സമയം എടുക്കുന്നത് വരെ അതിനു മുമ്പ് അവരെ മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ സ്വപ്നമായിട്ടുള്ള സിനിമയുണ്ട്. ഉറപ്പായിട്ടും സിനിമ ഉണ്ട്. സിനിമ എത്രയും പെട്ടെന്ന്, അതായത് നമ്മൾ എന്നാണ് നമ്മൾ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഓക്കെ പറയുന്നു, ആ നിമിഷം ഞാൻ ചാടി ചെയ്യും. മീൻസ് ഞാൻ ഒരുപാട് എഴുതുന്ന ഒരാളാണ്. ഉം, ഉം. അത്യാവശ്യം കവിത എഴുതും, സ്റ്റോറി എഴുതും, കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഞാൻ എന്തായാലും ഇൻവോൾവ് ആവും. മക്സൂദ് സാറ് കാണുന്ന ലക്ഷ്യങ്ങളിലേക്ക് വൈകാതെ തന്നെ എത്തിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. സാറിൻ്റെ വാക്കുകളിൽ തന്നെ അതിലേക്ക് ഏതാണ്ട് എത്തിയ ഒരു പ്രതീതി തന്നെയാണ് ഉളവാക്കുന്നത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.